ഹലോ നമസ്കാരം, ഏവർക്കും SPN സെജു ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഈ വീഡിയോൻ്റെ കണ്ടൻറ് എന്താണെന്ന്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേഴ്സസ് LP-UP. ഒരുപാട് പേർക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കുള്ളൊരു സംശയമായിരുന്നു, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമാണോ LP-UPയിൽ ഉയർന്ന റാങ്ക് നേടിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും ഒരുപോലെ ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ്. ആദ്യമേ ഞാനൊരു ഡിസ്ക്ലൈമർ പറയുകയാണ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആധികാരികമായി പറയാനോ സംസാരിക്കാനോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ച സമയത്ത് ഉണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ഫ്രണ്ട്സിൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണിത്. ആർക്കും ഒരു നിരാശയും വരുത്താത്തൊരു വീഡിയോ തന്നെയാണ്. സോ രണ്ട് കൂട്ടർക്കും, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. സോ അതിൽ ഞാൻ എന്തായാലും 100% ഉറപ്പ് തരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളെപ്പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ. ഞാൻ ആദ്യം എന്നിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ വന്നിട്ടുള്ള മലപ്പുറം UPSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. 163ാമത്തെ റാങ്കാണ് എൻ്റേത്. ഞാൻ റാങ്ക് ഹോൾഡർ മീറ്റപ്പിൻ്റെയൊക്കെ വീഡിയോ ഇട്ട സമയത്ത് ആരൊക്കെയോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണോ എന്നുള്ള കാര്യമൊക്കെ. ഞാൻ അതിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. ഞാൻ 10th കഴിഞ്ഞ് +2 സയൻസ് ഓപ്റ്റ് ചെയ്ത് വന്ന ഒരാളാണ്. അതിനുശേഷം BSc ചെയ്തു, പിന്നെ MSc, ദെൻ B.Ed. അങ്ങനെയാണ് ഞാൻ UPSC പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ PG കഴിഞ്ഞ് ജസ്റ്റ് 1 ഇയർ ഗ്യാപ്പ് എടുത്തിട്ടുള്ളൂ. സോ ആ ഒരു ബാക്കിയുള്ള ഇയറുകളിലൊക്കെ സയൻസുമായിട്ട് ടച്ചുള്ള ഒരാൾ തന്നെയായിരുന്നു ഞാൻ. എൻ്റെ ഒരു സയൻസ് സബ്ജക്റ്റിൻ്റെ ഒരു ടച്ച് എന്തായാലും എനിക്ക് ഈ LP-UPയിൽ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അത് ഞാൻ ഇല്ലയെന്നൊന്നും പറയുന്നില്ല. അത് ഏതൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾക്കും LP-UPയിൽ എന്തായാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ LP-UPയുടെ സിലബസ് നോക്കുമ്പോൾ തന്നെ LPയുടെ സിലബസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഇതിലൊക്കെ ഒരുപാട് കൺസെപ്റ്റിലൊക്കെ ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട് അല്ലേ. നല്ല മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ഭാഗം കൂടിയാണ് സയൻസിൻ്റെത്. സോ സയൻസ് എടുത്ത ആളുകൾക്ക് ഈ ഒരു സിലബസ് കാണുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. കാരണം നമുക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സയൻസിൻ്റെ സിലബസിലുണ്ടെന്നുള്ള കാര്യത്തിൽ. അതുപോലെ തന്നെയാണ് സയൻസ് എടുത്തവർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം നമ്മൾ സയൻസ് പഠിക്കുന്ന ടൈമിൽ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 മുതൽ തന്നെ ആ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് ഒരു സയൻസ് സ്റ്റുഡൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് +2 മുതൽ തന്നെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു റീസണിങ് എബിലിറ്റി ആണെങ്കിലും, കാരണം നമുക്ക് ഒരുപാട് ലാബ് വർക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ലാബ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും അതുപോലെ തന്നെ മാത്സിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്തിട്ടുള്ളൊരു പരിചയം ഉണ്ടായിരിക്കും. എസ്പെഷ്യലി മാത്സിലുള്ള ചില ഗ്രാഫുകളായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ മറ്റ് പല വാല്യൂസ്, ഇപ്പോൾ പൈ വാല്യൂ, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അത് ഏത് ഉറക്കത്തിലും 3.14 ആണെന്ന് നമുക്ക് കിട്ടും. അതുപോലെ ഒരുപാട് കോൺസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് ഇക്വേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കോൺസ്റ്റൻ്റ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. പിന്നെ ഞാനൊക്കെ പഠിച്ച സമയത്ത് ഇപ്പോൾ ട്യൂഷൻ സെൻറ്ററിലൊക്കെ പോകുമ്പോൾ ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ. സോ മാത്സ് അതുപോലെ തന്നെ ഫിസിക്സിലെ ചില പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററും കൂടി യൂസ് ചെയ്യാണ്ട് അങ്ങനെ ചെയ്ത് പഠിപ്പിച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാൽക്കുലേഷൻ സ്കില്ലും കാൽക്കുലേഷൻ സ്പീഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ BSc എടുത്തത് ബോട്ടണിയിലായിരുന്നു. അപ്പോൾ ആ ഒരു മാത്സ് ടച്ചൊക്കെ വിട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് മാത്സ് ഇഷ്ടമുള്ള ആൾ തന്നെയായിരുന്നു. മാത്സിനോട് തീരെ താല്പര്യമില്ലാത്ത ആളല്ല, മാത്സ് ഇഷ്ടമുള്ള ആൾ തന്നെയായിരുന്നു. സോ ആ ഒരു സ്പീഡ് എൻ്റെ ഉണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സയൻസ് എടുത്തൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു ലോജിക്കും അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒരു ബേസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. നല്ല രീതിയിൽ പഠിച്ചു വന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു ബേസ് എന്തായാലും ഉണ്ടായിട്ടുണ്ടായിരിക്കും. സോ അങ്ങനത്തെ ഒരു ടോപ്പിക്ക് കേൾക്കുമ്പം അത് എന്താണെന്നോ അതെങ്ങനെ വന്നു എന്നുള്ളതൊക്കെ അയാളുടെ മൈൻഡിൽ പണ്ട് പഠിച്ചൊരു ഓർമ്മ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അയാൾക്ക് ജസ്റ്റ് അതൊന്ന് മേക്കപ്പ് ചെയ്തെടുത്താൽ മതി. പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്താൽ മതിയായിരിക്കും അയാൾക്ക്. പക്ഷേ അതുപോലെ തന്നെ ഒരു റീസണിങ് എബിലിറ്റിയും, ഇപ്പോൾ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ, ഒരു പ്രോബ്ലം ചെയ്യാനുണ്ടെങ്കിൽ അത് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, എങ്ങനെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ സയൻസ് എടുത്ത ആൾക്ക് ചെയ്യാൻ കഴിയുണ്ടാവും. കാരണം അയാൾക്ക് അത്യാവശ്യം ഒരു റീസണിങ് സ്കില്ലും കാൽക്കുലേഷൻ സ്കില്ലും പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയും ഒക്കെ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ ഒരു ഫിസിക്സ് കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് അഥവാ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ
BSc ഒക്കെ ചെയ്ത ആളുകൾക്ക് ഈ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സ് ഇതൊക്കെ ഒരു ലോജിക്കലായിട്ടും അതുപോലെ തന്നെ പ്രോബ്ലംസ് ആയിട്ടൊക്കെ ചെയ്യേണ്ട കുറച്ച് സബ്ജക്റ്റുകളാണല്ലോ. അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം ഒരു മാസ്റ്ററിങ് എബിലിറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ അവർക്കും ഈ ഒരു സിലബസ് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മളെ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു കേട്ടതാണ്. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അതുപോലെ തന്നെ 100-ൽ താഴെ റാങ്ക് ഉള്ളവരിൽ പലരും ഫിസിക്കൽ സയൻസ് ആണെന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ച് പേരൊക്കെ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. റൂമറാണോ ഒന്നും അറിയില്ല. എനിവേ, ഞാൻ പറഞ്ഞു വന്ന കാര്യം, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ബേസ് ഏകദേശം അറിയുന്നുണ്ടാവും. സോ അവർക്ക് ഒന്നുകൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ സയൻസ് അല്ലാത്ത ഒരു നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളുകൾക്ക് അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം ചിലപ്പോൾ അറിയണം എന്നില്ല. പിന്നെ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അത് കണക്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ 2027 അടുത്ത LP-UP എക്സാം വരുന്നുണ്ടായിരിക്കാം. സോ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതും സയൻസ് സബ്ജക്റ്റുകൾക്കായിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് സയൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിലബസാണ്. സയൻസ് സബ്ജക്റ്റിന് മാത്രമല്ല മാത്സിനും കൂടി ഇമ്പോർട്ടൻസ്. സോ ഈ സയൻസ് മാത്സ് എന്നുള്ളത് കണക്റ്റഡ് ആണ്. ആ ഒരു റീസണിങ്ങും ലോജിക്കും ഒക്കെ ഒരു കണക്ഷൻ ഉണ്ട്. ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ഒരാൾക്ക് ഈ ഒരു ലോജിക്കലായിട്ടും റീസണബിളായിട്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വരാൻ കുറച്ച് ടൈം എടുക്കും എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ഒരാൾ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരുപാട് പേര് ഭയങ്കര എഫേർട്ട് എടുത്ത് ഈ ഒരു സയൻസ് പഠിച്ച് നല്ല വൃത്തിക്ക് പഠിച്ച് ഈ LP-UP റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ക്ലാസ്സിലുള്ളവർ ഇപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തവർ കൂടുതലും അവർക്ക് വായിക്കാനൊക്കെ ഇഷ്ടമുണ്ടായിരുന്ന അവരുടെ സബ്ജക്റ്റ് തന്നെയായിരുന്നു. ഹിസ്റ്ററി ജോഗ്രഫി പോലുള്ളവയൊക്കെ ആയിരുന്നു. പക്ഷെ അത് ഒരുപാട് പഠിക്കാനുണ്ടാവും ചെയ്യും. എന്നാൽ നമ്മുടെ സിലബസിൽ മാർക്ക് വെയിറ്റേജ് കുറവാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു സയൻസ് വരുമ്പോഴേക്കും അവർ പറയും എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കോച്ചിങ് ക്ലാസ് എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ചില ഓൺലൈനുകളിലൊക്കെ ഒരു ബേസ് തൊട്ട് തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പഠിച്ച സമയത്ത് പറഞ്ഞാൽ B.Ed കഴിഞ്ഞ് ഒരു ലാസ്റ്റ് ബാച്ചൊക്കെ ആയിരുന്നു. സോ സയൻസൊക്കെ ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു പോകാമെന്നുള്ളതായിരുന്നു കൂടുതൽ ടീച്ചേഴ്സും ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവർക്കും ടൈമില്ല. പിന്നെ നമുക്ക് എക്സാം ആകുമ്പോഴേക്കും പോർഷൻസ് തീർക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾക്കത് ഓക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ് അടിപൊളിയായിരുന്നു. പക്ഷെ ഒരു ബേസ് ഇല്ലാത്തവർക്ക് ചില ക്ലാസ്സുകളൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം ഇനി ഒരു കോച്ചിങ് ഒക്കെ ആയിട്ട് പോകുന്നവർ ആ ഒരു കോച്ചിങ് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ബേസൊക്കെ കിട്ടിയിട്ട് തന്നെ പോവുക. ഇനി അഥവാ എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സിൽ ഒരു ബേസും ഇല്ലാണ്ട് പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരിക. സ്കൂൾ പാഠപുസ്തകത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ഒരു കുട്ടി പഠിച്ചു പോകുന്ന അതേ രൂപത്തിൽ നിങ്ങൾ പഠിക്കുക. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സാണെങ്കിലും എന്ത് കാര്യം പഠിക്കാനാണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ 10 കഴിഞ്ഞ് 10th കഴിഞ്ഞ് +2 സയൻസ് ഓപ്റ്റ് ചെയ്ത് വന്നതാണ്. ഞാനെങ്ങനെയാണ് ഞാൻ ആ പഠിച്ച് വന്ന ഫ്ലോയിൽ അങ്ങനെ ആയതുകൊണ്ടല്ലേ. പിന്നെ 10th കഴിഞ്ഞ് സയൻസ് എടുത്ത് +1ലേക്ക് വന്നിട്ടുള്ള ഒരുപാട് കുട്ടികളുടെ ഒരു പ്രശ്നമായിരുന്നു സയൻസ് പഠിക്കാൻ കഴിയണില്ല എന്നുള്ളത്. അവരും എന്ത് ചെയ്തു, കുറച്ച് ടൈം ആയപ്പോഴേക്കും അത് പഠിച്ചെടുത്ത് അതിലേക്ക് ഇൻവോൾവ്ഡ് ആയിരുന്നു. സോ എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികളെപ്പോലെ തുടക്കം മുതൽ 5ാം ക്ലാസ് മുതലുള്ള സയൻസ് ടെക്സ്റ്റ് എടുത്ത് പഠിക്കുക. ഫ്രം ബേസ് തൊട്ട് പഠിച്ച് ഓരോ കൺസെപ്റ്റും മനസ്സിലാക്കി പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്ത് എത്ര തവണ ചെയ്താലാണോ നിങ്ങൾക്ക് ആവുന്നത് അത്ര തവണ ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് റിസോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓൺലൈൻ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ തന്നെയുണ്ട് ഒരുപാട് ക്ലാസ്സസ്, കുട്ടികൾക്ക് എടുക്കുന്ന ക്ലാസ്സുകളില്ലേ. ഇപ്പോൾ ട്യൂഷൻ സെൻറ്ററുകളിലൊക്കെയുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആവുമല്ലോ. സോ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ എടുത്ത് കണ്ട് എഫേർട്ട് എടുത്ത് പഠിക്കുക. ഒരുപാട് ടൈം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഞാൻ പറയുന്നത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തവരോടും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോടും കൂടിയാണ്. ഇതൊക്കെ കേട്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ വിചാരിക്കുന്നുണ്ടാവും, എനിക്കിതൊക്കെ സിമ്പിളാണ്, ലാസ്റ്റ് എപ്പോഴെങ്കിലും കുറച്ച് നോക്കിയാൽ മതിയായിരിക്കും എന്നൊക്കെയല്ലേ. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ആമയും മോയലും എന്നുള്ള കഥ അറിയില്ലേ, ആ ഒരു കഥയുടെ അതേ അവസ്ഥ വരും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഓവർ കോൺഫിഡൻസുമായിട്ട്. ഇളം കാറ്റുകൊണ്ട് അവൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ആർപ്പ് വിളികളും ആരവങ്ങളും കേട്ട് ഞെട്ടി ഉണർന്ന് മുയൽ നോക്കുമ്പോൾ അതാ ആമച്ചാർ ഓട്ടപ്പന്തയത്തിൽ വിജയിച്ചിരിക്കുന്നു.
സോ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് ആമയും മുയലും പന്തയം വെച്ച പോലെ ആയിരിക്കും അവസ്ഥ. സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ല പ്രശ്നം, നമ്മൾ എന്ത് പഠിക്കുന്നു അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. സോ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ, നന്നായി വർക്ക് ചെയ്ത് നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊന്നും ഒരു വിഷയമല്ലെന്നേ. ഏത് ബാക്ക്ഗ്രൗണ്ട് ആയാലും ആമയെപ്പോലെ വിജയിക്കാൻ കഴിയും. പഠിച്ചാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. സോ 2027 LP UP ക്രാക്ക് ചെയ്യാൻ ഇനി നിങ്ങളും തയ്യാറായിക്കോളൂ. ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല. നമ്മൾ പഠിച്ചാൽ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.